ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ ചിന്നു എന്നു പേരായ ഒരു മുയൽക്കുട്ടൻ താമസിച്ചിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞനായിരുന്നു ചിന്നു. എല്ലാവർക്കും അവനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അവൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് കുറച്ചു ദൂരെ നിന്നും ഒരു കരച്ചിൽ കേട്ടത്. ആരാണവോ കരയുന്നത്? ഇതറിയാൻ വേണ്ടി ചിന്നു അവിടേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ കണ്ടതെന്താണെന്നോ? ഒരു മയിലമ്മ തളർന്നു കിടക്കുകയാണ്. ചിന്നു മുയലമ്മയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി മയിലമ്മേ? എങ്ങനെയാണ് വീണത്? മയിലമ്മ പറഞ്ഞു, മുയൽക്കുട്ടാ, ഞാൻ അടുത്ത കാട്ടിൽ നിന്നും എൻ്റെ സുഹൃത്തിനെ കാണാൻ വന്നതാണ്. പെട്ടെന്ന് ശരീരം മുഴുവൻ തളരുന്നത് പോലെ തോന്നി. തൊണ്ട വരണ്ടുണങ്ങുന്ന പോലെ തോന്നുന്നു. ഇതു കേട്ട ചിന്നു എന്തു ചെയ്തെന്നോ? അടുത്തുള്ള പുഴയിലേക്ക് ഓടി. ഒരു ഇല കുമ്പിൾ കുത്തി അതിൽ വെള്ളമെടുത്ത് മയിലമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. വെള്ളം കുടിച്ചു കഴിഞ്ഞതും മയിലമ്മയ്ക്ക് ആശ്വാസമായി. മയിലമ്മ ചിന്നുവിന് ഒരു പെൻസിൽ സമ്മാനമായി കൊടുത്തു. ചിന്നുവിന് സന്തോഷമായി. ചിന്നു സന്തോഷത്തോടെ പെൻസിലും എടുത്ത് വീട്ടിലേക്ക് പോയി. അവനൊരു പടം വരയ്ക്കാൻ തുടങ്ങി. അവന് പടം വരയ്ക്കുന്നത് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അവൻ ആ പെൻസിൽ കൊണ്ട് ആദ്യമായി ഒരു ക്യാരറ്റിന്റെ പടം വരച്ചു. പടം വരച്ചു കഴിഞ്ഞതും പടത്തിലെ ക്യാരറ്റ് ശരിക്കും ഒരു ക്യാരറ്റായി മാറി. അത് കണ്ടതും ചിന്നു അത്ഭുതപ്പെട്ടു പോയി. അതൊരു മാന്ത്രിക പെൻസിലാണെന്ന് അവന് മനസ്സിലായി. അവൻ ആ മാന്ത്രിക പെൻസിൽ ആവശ്യക്കാരെ സഹായിക്കാനായി ഉപയോഗിച്ചു തുടങ്ങി. ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്ന മൃഗങ്ങൾക്ക് അവൻ പടം വരച്ച് ഭക്ഷണം നൽകി. വേനൽക്കാലത്ത് വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്ന മൃഗങ്ങൾക്ക് അവൻ വെള്ളം നൽകി. മഴയത്ത് വീട് നശിച്ചു പോയവർക്ക് മാന്ത്രിക പെൻസിൽ ഉപയോഗിച്ച് അവൻ വീടുണ്ടാക്കി കൊടുത്തു. ചിന്നുവിന്റെ മാന്ത്രിക പെൻസിലിനെ കുറിച്ച് കാട്ടിലെല്ലാവരും അറിഞ്ഞു. കാട്ടിലെ സൂത്രശാലിയായ വിക്രുക്കുറുക്കനും ഈ മാന്ത്രിക പെൻസിലിനെ കുറിച്ച് കേട്ടു. അത് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് അവൻ തീരുമാനിച്ചു. ഒരു ദിവസം ചിന്നു വീട്ടിലില്ലാത്ത തക്കം നോക്കി വിക്രു ചിന്നുവിന്റെ വീട്ടിലെത്തി. ആരും കാണാതെ ചിന്നുവിന്റെ മാന്ത്രിക പെൻസിൽ അവൻ കൈക്കലാക്കി. വീട്ടിൽ തിരിച്ചെത്തിയ ചിന്നു ആകട്ടെ പെൻസിൽ കാണാതെ വിഷമിച്ചു. അവൻ വീടിന്റെ മുക്കും മൂലയും തിരഞ്ഞു നോക്കി. പക്ഷേ പെൻസിലിന്റെ പൊടി പോലും അവന് കിട്ടിയില്ല. വിക്രു പെൻസിലുമായി ഗുഹയിലെത്തി. ഗുഹ മുഴുവൻ അലങ്കരിക്കാൻ അവൻ തീരുമാനിച്ചു. അവൻ എന്തു ചെയ്തെന്നോ? സ്വർണത്തിന്റെ കസേരയും ടേബിളും കട്ടിലും എല്ലാം മാന്ത്രിക പെൻസിൽ വെച്ച് വരയ്ക്കാൻ തുടങ്ങി. പക്ഷേ എത്ര വരച്ചിട്ടും അതെല്ലാം വെറും പടം മാത്രമായി നിന്നു. അതൊന്നും ശരിക്കുമുള്ള കസേരയോ ടേബിളോ കട്ടിലോ ഒന്നുമായില്ല. ഇതു കണ്ടതും വിക്രുവിന് ദേഷ്യം വന്നു. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു, ഇനി പെൻസിലെങ്ങാനും മാറിപ്പോയോ? ഇതിന് മാന്ത്രിക ശക്തിയൊന്നുമില്ലേ? അല്ലെങ്കിൽ ഈ കസേരയും കട്ടിലും ടേബിളും എല്ലാം ശരിക്കും എനിക്ക് കിട്ടേണ്ടതല്ലേ? ഇതു കേട്ടതും പെൻസിൽ പറഞ്ഞു, നിന്റെ കയ്യിലിരുന്നാൽ എനിക്ക് ഒരു മാന്ത്രിക ശക്തിയും ഉണ്ടാവില്ല. ചിന്നു നിന്നെപ്പോലെ അത്യാഗ്രഹിയല്ല. അവൻ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും മറ്റുള്ളവരെ സഹായിക്കാനും അത്യാവശ്യ കാര്യങ്ങൾ നടപ്പാക്കാനും വേണ്ടി മാത്രമേ എന്നെ ഉപയോഗിക്കാറുള്ളൂ. ഇത്രയും പറഞ്ഞ് പെൻസിൽ അപ്രത്യക്ഷമായി. ആ മാന്ത്രിക പെൻസിൽ തിരിച്ച് ചിന്നുവിന്റെ കൈകളിൽ എത്തിച്ചേരുകയും ചെയ്തു. എന്താ കൂട്ടുകാരെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അത്യാഗ്രഹം ആപത്താണ്. അത്യാഗ്രഹിയായ ഒരു മനുഷ്യന് എത്ര കിട്ടിയാലും മതിയാവില്ല, സന്തോഷവും തോന്നില്ല. ഉള്ള കാര്യങ്ങളിൽ സന്തോഷിക്കാൻ നമ്മൾ പഠിക്കണം. എന്നാൽ മാത്രമേ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, കഥ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.